ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയണം. കത്തി കൊണ്ടും ഈസിയായിട്ട് കളയാം. ഇതാകുമ്പോൾ കുറച്ച് സ്പീഡിലാവുന്നു മാത്രം. തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഒരു ചീനച്ചട്ടി എടുത്തു, വേവാനുള്ള വെള്ളം വെച്ചു. ഒരു ജാറെടുത്തു, വെളുത്തുള്ളി, ഇഞ്ചി അവിടെ വെക്കുണ്ണി, അവിടെ വെക്കി. 2 പച്ചമുളക്, ഇതൊന്ന് ചതയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സവാള, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറേ അധികം സ്പ്രിങ് ഓണിയൻ, ഇത് നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം. ഇത് കട്ട് ചെയ്യുക. പിന്നെ അതൊന്നും വേണ്ട, കരിഞ്ഞതൊന്നും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വളരെ രസം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. ഇതൊരു സാധനം കഴിക്കാനും അതേപോലെ ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളി നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചതച്ചതിട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമുക്കിത് അതിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കൊടുക്കാം. ഇതിനധികം വേവില്ല, എന്നാൽ ഉരുളക്കിഴങ്ങിന് വേവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേവിച്ചത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്.